രാവിലത്തെ സഫാരിക്ക്. ഇത് കാരണം വെച്ചാൽ സീസൺ ടൈം വെക്കേഷൻ ടൈം ഒന്നുമല്ലല്ലോ. അങ്ങനെ ഞങ്ങൾ ഓൺലൈനിൽ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ ടിക്കറ്റും വാങ്ങിച്ചു. ഇത് ഈ ഒരു ക്യാമ്പറിലാണ് നമ്മൾ സഫാരിക്ക് പോകുന്നത്. നമ്മളാകെ 4 പേരേ ഉള്ളൂ. ആക്ച്വലി 8 പേർക്ക് പോകാനുള്ള ക്യാമ്പറാണ്. 4700 രൂപ എങ്ങാനാണ് ചാർജ്. ഓൺലൈനിൽ ബുക്ക് ചെയ്തതാണ്. പക്ഷെ അതിന്റെ ബുക്കിംഗ് ഡീറ്റെയിൽസ് കൗണ്ടറിൽ കാണിക്കാം, അവിടുന്ന് ടിക്കറ്റ് കളക്ട് ചെയ്യാം. അങ്ങനെ ഞങ്ങൾ ക്യാമ്പറിൽ കയറി കുറച്ചും കൂടെ മെയിൻ റോഡിൽ കൂടി പോയി പിന്നെ കാടിനകത്തോട്ട് കയറും. ഫസ്റ്റ് തന്നെ കിട്ടിയ സൈറ്റിങ് ഒരു കൂട്ടം പുള്ളിമാനുകളാണ്. ഇവിടെ മാനുകളാണ് ഇഷ്ടം പോലെ ഉള്ളത്. മാനുകൾ ഒരുപാടുണ്ട്. പക്ഷെ വരുന്ന വഴിക്കും നമ്മൾ റൂമിന്റെ അടുത്തൊക്കെ മാനുകൾ കണ്ട് മാനിന് അത്ര ഒരു ഇൻട്രസ്റ്റിംഗ് ആയി തോന്നില്ല. പിന്നെ കിട്ടിയ സൈറ്റിങ് വെച്ചാൽ ഒരു കൂട്ടം കാട്ടികളാണ്. നമ്മള് ക്യാമ്പർ പോകുന്ന ആ വഴിയിൽ തന്നെ ഉണ്ടായിരുന്നു. ഒരെണ്ണം നമ്മളെ തന്നെ നോക്കി നിൽക്കണ്ടായിരുന്നു. അറ്റാക്ക് ചെയ്യുന്നുള്ള പേടിയുണ്ടായിരുന്നു. പക്ഷെ അവരവരെ ഭക്ഷണം കഴിച്ചുകൊണ്ട് ആ സൈഡിൽ പോയി. കുറച്ചു നേരം അതിന്റെ കാഴ്ചകൾ ഇങ്ങനെ കണ്ടു നിന്നു. വളരെ രസം അങ്ങനെ കാട്ടിലിങ്ങനെ കൂട്ടായിട്ട് കാണാൻ. നമ്മളിങ്ങനെ ഹൈവേനെ കൂടി വരുമ്പോ ഒന്ന് രണ്ടൊക്കെ ഇങ്ങനെ കണ്ടിരുന്നു. പക്ഷെ ഇതുപോലെ കൂട്ടായിട്ട് കണ്ടിരുന്നില്ല. വീഡിയോ അത്ര എടുത്തില്ല. വെറുതെ ഓൾറെഡി നമ്മൾ കുറെ കണ്ട്. എന്റെ കൂടെയുള്ള ഫ്രണ്ട് ഒരുത്തൻ ഈ സഫാരി വണ്ടി കയറുന്ന കാരണം ഉറക്കായിരുന്നു. സഫാരിയും കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയ ഹൈവേയിലെത്തുമ്പോഴാണ് നമ്മൾ മെയിൻ ആയിട്ടുള്ള കാഴ്ച കണ്ടത്. റോഡ് സൈഡിൽ തന്നെ ഒരു ആന. വെറുതെ കാശ് കൊടുത്ത് സഫാരിക്ക് പോയി. ഇതുപോലെ റോഡിൽ കൂടി പോകുമ്പോൾ തന്നെ അത്യാവശ്യം ആനിമൽസിനെ കാണുന്നുണ്ട്. ഇത്രയാണ് ഈ യാത്രയിലെ കാഴ്ചകൾ. ബൈ ബൈ.